കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ആപ്പാണ്. ആപ്പിൻ്റെ പേര് ആഫ്റ്റർ ഫോക്കസ്. ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ ഫോണിൽ എടുക്കുന്ന ഫോട്ടോസിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ DSLR ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസിനൊക്കെ ക്യാരക്ടർ ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ചും മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്നാണ് ഈ ആപ്പിലൂടെ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഈ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ഓപ്ഷനാണ് കാണാൻ പറ്റുന്നത്. ഒന്ന് ക്യാമറ, ആൽബം, പ്രൊജക്റ്റ്. ഇതിൽ ക്യാമറയിലൂടെ നമുക്ക് ഇപ്പം തന്നെ എടുത്തൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഓപ്പൺ ചെയ്യുക. അല്ല നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഒരു ഫോട്ടോയാണ് നമുക്ക് ബ്ലർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽബം ഓപ്പൺ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ആൽബമാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ആൽബം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആൽബത്തിനുള്ളിൽ ഫോട്ടോസ് ഒക്കെ കാണാൻ പറ്റും. അതിൽ ഏത് ഫോട്ടോയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഏത് മെത്തേഡിലാണ് ഫോക്കസ് ഏരിയ സെലക്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഒരു ഓപ്ഷൻ വരും. അതിനുള്ളിൽ സ്മാർട്ട് എന്നും മാനുവൽ എന്നും പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ സ്മാർട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ ആപ്ലിക്കേഷൻ ചെയ്യും. അല്ല മാനുവൽ ആണ് ചെയ്യുന്നതുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ സ്മാർട്ട് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫോട്ടോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ഇടതുഭാഗത്തായിട്ട് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഓപ്ഷൻസിൽ ആദ്യം കാണുന്ന ഓപ്ഷൻ നമുക്ക് എന്താണോ ഫോക്കസ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ കുറച്ച് ദൂരത്തിലുള്ള ഒബ്ജക്ട്സ് നമുക്ക് ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ കുറച്ച് കൂടുതൽ ദൂരത്തിലുള്ള ഒബ്ജക്ട്സ് ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് ഫോക്കസ് ചെയ്യേണ്ട ക്യാരക്ടറിന്റെ പുറത്തുകൂടെ ഒന്ന് ചെറുതായിട്ട് ഡ്രോ ചെയ്ത് സെലക്ഷൻ കൊടുക്കാം. അടുത്തത് സെക്കൻഡ് ഓപ്ഷൻ ഉപയോഗിച്ച് കുറച്ച് ദൂരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒബ്ജക്ട്സ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത ക്യാരക്ടർ ഒരു റെഡ് കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. സെക്കൻഡ് ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഒബ്ജക്ട്സ് ബ്ലർ ചെയ്തത് ഒരു ലൈറ്റ് കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചില സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഉപയോഗിച്ച് വീണ്ടും ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ സെലക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് അടിക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ബ്ലർ സെലക്ട് ചെയ്യാം. ഇപ്പൊ നമുക്കിവിടെ ബ്ലറും ഫെദറും 2 ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇത് റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യുമ്പോൾ ഈ പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ ആവശ്യമുള്ള ബ്ലർ സെലക്ട് ചെയ്ത് ഫൈനലൈസ് ചെയ്തതിന് ശേഷം പിക്ചർ സൂം ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള പല ഏരിയാസും ഷാർപ്പായിട്ടും ക്ലിയർ അല്ലാത്ത വിധത്തിലും കാണാൻ പറ്റും. അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടി നമുക്ക് ഫെദർ സെലക്ട് ചെയ്യാം. ഫെദർ സെലക്ട് ചെയ്ത് റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഷാർപ്പായിട്ടുണ്ടായിരുന്ന എഡ്ജൊക്കെ സ്മൂത്ത് ആയിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഫേഡിംഗ് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതായത് നമ്മൾ ആദ്യം ബ്ലർ ചെയ്ത സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മുഴുവനായിട്ടാണ് ബ്ലർ ആയത്. ഇനി നമുക്ക് ഈ ക്യാരക്ടർ നിൽക്കുന്ന ഫ്ലോറ് ഫോക്കസ് ചെയ്യണം. അപ്പൊ ഈ ഫേഡിംഗ് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഫ്ലോറ് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഫേഡിംഗ് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ 3 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ നോ ഫേഡിംഗ്, സെക്കൻഡ് വൺ
നാച്ചുറൽ, തേർഡ് വൺ മാനുവൽ. ഞാനിവിടെ മാനുവൽ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് സെന്ററിൽ ഒരു റെഡ് ലൈനും രണ്ട് സൈഡിലായിട്ട് ബ്ലാക്ക് ലൈനും കാണാൻ പറ്റും. ഇതിൽ സെന്ററിലുള്ള റെഡ് ലൈൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ പിക്ചറിൽ എവിടെയാണോ ഫോക്കസ് വേണ്ടത് അവിടെ നമുക്ക് ഈ റെഡ് ലൈൻ കൊണ്ടുവയ്ക്കാം. ശേഷം റൈറ്റ് സൈഡിൽ ടിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഒരു സെക്ഷൻ മാത്രം ഫോക്കസ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു മൊബൈലിൽ എടുത്ത ഫോട്ടോയാണെന്ന് പറയില്ല, ശരിക്കും നമ്മളൊരു DSLR ക്യാമറയിൽ എടുത്ത ഫോട്ടോ പോലെയാണ് ഈ പിക്ചർ ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ ഫിൽറ്റേഴ്സ് ആണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ ആപ്ലിക്കേഷൻസിലും ഉള്ളതുപോലെ ഒരുപാട് ഫിൽറ്റേഴ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഫിൽറ്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പിക്ചറിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിനും ഫോർഗ്രൗണ്ടിനും സെലക്ട് ചെയ്ത് ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിനാണ് ഫിൽറ്റേഴ്സ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ഫോർഗ്രൗണ്ടിനാണ് ഫിൽറ്റേഴ്സ് ആവശ്യമെങ്കിൽ ഫോർഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക, ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ എഫക്ട്സ് ആണ്. എഫക്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ സാധാരണ ആപ്ലിക്കേഷൻസിൽ ഉള്ളതുപോലെ തന്നെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. വിഗ്നെറ്റിംഗ്, കളർ മാസ്ക്, ഷാർപ്പൻ. അപ്പോൾ ഇത് നമുക്ക് പിക്ചറിലെ ആവശ്യം അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ ഫോട്ടോ സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടോപ്പിൽ സേവ് ഓപ്ഷൻ ഉണ്ടാവും. ആ സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഗാലറിയിൽ സേവ് ആവും. അപ്പോൾ എന്തായാലും ഈ പുതിയൊരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പുതിയൊരു കിടിലൻ ആപ്ലിക്കേഷനുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.